ഇന്നേ മോന് സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് അവിൽ കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ കുഴക്കുന്ന രീതി കാണിച്ചു തരാം കേട്ടോ. അതിന് തേങ്ങ, വൃത്തിയാക്കി വെച്ച അവിൽ, പിന്നെ ശർക്കരപ്പൊടി. അപ്പോൾ ഇത്രയും ഉപയോഗിച്ചിട്ടാണ് അവിൽ കുഴക്കുന്നത്. ഇതിൽ ചുക്കുപൊടിയും ഏലക്കപ്പൊടിയൊക്കെ ഇടാം. പക്ഷേ ഞാനിവിടെ അത് രണ്ടും ചേർക്കുന്നില്ല, മോന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കേട്ടോ. ഈ തേങ്ങേൻ്റെ ഈ ഒരു പാലിലാണ് കേട്ടോ അത് കുഴച്ച് വരിക. കണ്ടില്ലേ, നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ അവിൽ കുഴച്ചതാണ് കേട്ടോ ഇതിൽ ഞാൻ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമോ അല്ലെങ്കിൽ ശർക്കര ഉരുക്കോ ഒന്നും ചെയ്തിട്ടില്ല. ആ ശർക്കര പൊടിയും ആ തേങ്ങാപ്പാൽ ശരിക്കും ഇതിലേക്ക് പിഴിഞ്ഞു വരണം, അത്രയും നമ്മൾ അമർത്തി കുഴക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ആ അവിലും ശർക്കരയും കൂടെ നല്ല ടേസ്റ്റാണ്. ഇതിനിപ്പോൾ ഏലക്കായ ഇട്ടില്ലെങ്കിലും ചുക്കുപൊടി ഇട്ടില്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നവുമില്ല, അല്ലാതെ തന്നെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പണ്ട് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഇങ്ങനെ അവിൽ കുഴച്ചതും പഴമൊക്കെ ആയിരുന്നില്ലേ നമ്മളെ ഭക്ഷണം. ഇപ്പോൾ ഒക്കെ മാറി മറിഞ്ഞു. എങ്കിലും കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ അവിൽ കുഴച്ചതും പഴമൊക്കെ കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യൂ കേട്ടോ. താങ്ക്